ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്മാൻ മൂവി കണ്ട് എത്ര പേര് അറിഞ്ഞു അറിയില്ല. ഈ സിനിമ ഇറങ്ങിയത് നമ്മുടെ ബേസിൽ ജോസഫിന്റെ മൂവിയാണ്. ആദ്യം തന്നെ ഒരു കൊല്ലക്കാരുടെ സിനിമ കണ്ട ഒരു കൊല്ലക്കാരന്റെ സംതൃപ്തിയോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം ഇത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. ഈ സംഭവം ഒരു കൊല്ലം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. തിയേറ്ററിനുള്ളിൽ ചെന്ന് ആ ടൈറ്റിൽ സോങ് കണ്ടപ്പോൾ തന്നെ ആഹാ, ഇത് നമ്മുടെ കൊല്ലം അല്ലേടേ എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ് കൊല്ലവും ആ ഒരു ടൈറ്റിൽ സോങ്ങിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ഒരു കൊല്ലത്തെ നിലനിൽക്കുന്ന കുറച്ച് അലമ്പ് പരിപാടികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു സ്റ്റോറിയാണിത്. ഞാനത് കഥയൊന്നും പറയുമല്ല. നമ്മുടെ ഇവിടെ കല്യാണത്തിന് മേശയിട്ടിരുത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഒരു തൊലിഞ്ഞ പരിപാടി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാം. സത്യം, കേരളത്തിൽ വേറെ എവിടെങ്കിലും ഒക്കെ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കല്യാണമൊക്കെ വരുമ്പം എല്ലാവരും വന്ന് വിളിക്കും. 10,000, 2,000, 3,000 ഒക്കെ ആൾക്കാരെ വന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പൈസ കൊണ്ട് കൊടുക്കും. ഒരു 500 രൂപ. ഇപ്പം മിനിമം 500 ആണ്. 500 കുറഞ്ഞ ആരും വെക്കാറില്ല. 500 രൂപ കൊണ്ട് കൊടുക്കും. കല്യാണ വീട്ടിൽ തലേന്നും കല്യാണത്തിന്റെ അന്ന് ഓഡിറ്റോറിയത്തിലും രണ്ടുപേരെ ഡെസ്കും ഒക്കെ ആയിട്ട് പിടിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ടാവും. കൊണ്ടു കൊടുക്കും, എഴുതി വെക്കും. സുധാകരൻ കൊളപ്പുള്ളി വീട്ടിൽ 500 രൂപ എഴുതി വെക്കും. ഇതെന്തിനാ എഴുതി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വട്ടം സുധാകരന്റെ വീട്ടിൽ കല്യാണം വരുന്ന സമയത്ത് സുധാകരൻ വന്ന് ഇപ്പം വിളിച്ചവരെ കൊണ്ട് വിളിക്കും. അന്ന് സുധാകരൻ എത്ര കൊടുത്തത് നോക്കും. സുധാകരൻ 500 എന്നെങ്കിൽ 600 കൊടുത്തേക്കാം. 100 രൂപ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം പൈസ തോന്നുള്ളവരാണെങ്കിൽ 500 രൂപ കിട്ടും. 1000 രൂപ ചിലപ്പോൾ കൊണ്ട് കൊടുക്കും. ഇതിങ്ങനെ അടുത്ത പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും. സുധാകരൻ ഇങ്ങോട്ട് 1000 രൂപ പിന്നെ ഇച്ചിരിയോടെ കൂട്ടിയിട്ട് കൊടുക്കണം. ഇതിങ്ങനെ കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. ഡെയിലി ഒരു 3-4 കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഊഞ്ഞാലടി ഒന്ന് കൂട്ടിയാൽ മതി. ഈ ഒരു തൊലിഞ്ഞ പരിപാടി ഇല്ലെങ്കിൽ ഒരു 10,000, 10,000, 15,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൊല്ലത്ത് സുഖമായിട്ട് ജീവിക്കാം. ഈ ഒരു പരിപാടിക്കകത്താണ് മിക്കവാറും എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയും മുടിഞ്ഞു പോകുന്നത്. ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ ഇത് ഭയങ്കര വലിയൊരു അടിപൊളി പരിപാടിയാണ്. കാര്യം തിരിച്ചു മേടിക്കാതെ ഒരു സാധാരണ കെട്ടിച്ചു വിടാൻ പാക്കില്ലാത്ത ഒരു വീട്ടിലേക്ക് ഒരു കൊച്ചിനെ കെട്ടിച്ചു വിടുന്ന സമയത്ത് അവിടെ മേശയിട്ടിരുത്തി എല്ലാവരും ഒരു സംഭാവന പോലെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ കടമൊന്നും ഇല്ലാതെ ആ കുഞ്ഞിന്റെ കല്യാണം അങ്ങ് തീർന്നു പോകും. എന്ന് വെച്ചാൽ നാട്ടുകാരെല്ലാം കൂടെ ഇടവിട്ട് ആ കല്യാണം നടക്കും. പക്ഷെ ഇത് ഇവിടെ ഇപ്പൊ ഇങ്ങനല്ല. നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് പറയുകയാണ്. ഇതിപ്പോ ഇവിടെ ഇങ്ങനല്ല. ഇത് ഭയങ്കര ബിസിനസ് പരിപാടിയാണ്. ഇപ്പം പാലിയാച്ച് പഴയ വീടായിരിക്കും. ഒന്ന് പെയിന്റ് അടിച്ചിട്ട് എല്ലാവരും പോയി വിളിക്കും. എന്നിട്ട് മേശയിട്ടിരുത്തി കുറച്ച് പൈസ പിരിക്കും. എന്ന് വെച്ചാൽ ഇത് കടമായിട്ട് വല്ലല്ലോ കൊടുക്കുന്നത്. ഏണെ കൊണ്ട് കൊടുത്താൽ മതിയല്ലോ. തിരിച്ച് പലിശയിലൊന്നും ഇല്ല. എല്ലാവരും പൈസ കൊണ്ട് തരും. അമ്മാതിരി പരിപാടിയാണ്. അങ്ങനെ മേശയിട്ടിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. കഥയൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സിനിമ നമ്മളിലോട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അത് നൈസാണ്, അടിപൊളിയാണ്. അപ്പം പടത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ത്രെഡ്, വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ത്രെഡ് അതെടുത്ത് നല്ല മനോഹരമായിട്ട് ബോറടിക്കാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ. എനിക്ക് തോന്നുന്നു പുള്ളി കൊല്ലക്കാരനാണ്. അല്ലാതെ ഈ പരിപാടി നടക്കൂല. അല്ലെങ്കിൽ ഇത് എഴുതിയേക്കുന്ന ഇന്ദു ഗോപനും അതുപോലെ തന്നെ ജസ്റ്റിൻ മാത്യുവും കൊല്ലക്കാരനായിരിക്കണം. കാര്യം കൊല്ലക്കാരുടെ ജീവിതം നല്ല രീതിയിൽ അത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഈ പറയുന്ന തുറയുണ്ടല്ലോ, ഈ കടലിൽ മത്സ്യബന്ധനത്തിനൊക്കെ പോയി നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനധികം ലാഗില്ലടേ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഈ ഒരു ചെറിയ ത്രെഡ് വെച്ചിട്ട് തന്നെ അവർ നല്ല എൻഗേജിങ് ആയിട്ട് ഈ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പാന്റെ ലുക്ക് എന്നൊക്കെ പറഞ്ഞ കാടൻ ലുക്ക്. അയ്യോ, അത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു കാടത്തം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട് ആ ഒരു ലുക്കിനകത്ത്. പുള്ളി ഇപ്പം വണ്ണമൊക്കെ കുറച്ച് ഭയങ്കര മെലിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഒരു ലുക്ക് എന്നാ ഒരു ഹെവി വില്ലൻ ലുക്കടെ. അത് കറക്റ്റ് ഒരു തനി എന്താ പറയുക, ഒരു കാടൻ ആ ഒരു സാധനമാണ് അവർ ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് അങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമഡി പടം ഒന്നുമല്ല. ഇത് അത്യാവശ്യം ഒരു ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലൊരു ത്രില്ലർ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. ഇതിനകത്ത് ആ കൂടി ഒരു ഒറ്റ കോമഡി കണ്ടേ ഉള്ളൂ. അത് കിടിലൻ സാധനമാണ്. ആ സെക്കൻഡ് ഹാഫിൽ ഒരു കോമഡി ഉണ്ട്. എന്റെ പൊന്നെ, അത് ചിരിച്ച് പണ്ടാരമാണ്. അത് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ പോലും അറിയാതെ ഞാൻ ഒച്ചത് ചിരിച്ച ഒരു സാധനമാണ്. സോ ഈ പടം കണ്ടിറങ്ങിയപ്പോൾ കൊല്ലംകാർക്ക് ഒരു ട്രിബ്യൂട്ട് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ ബേസിൽ ജോസഫ്, പുള്ളി ആസ് യൂഷ്വൽ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്പാൻ വേറെ ലെവല്. പിന്നെ അതിനകത്ത് ആനന്ദ് മന്മഥൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഒരുപാട് ഷോർട്ട് ഫിലിമിനകത്തൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്താണെന്ന് തോന്നുന്നു പുള്ളിക്ക് അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലിജുമോളൊക്കെ അറിയാമല്ലോ. ലിജുമോളൊക്കെ ഒരുപാട് സിനിമയ്ക്കകത്തുള്ളതാണ്. ഇത്രയും ക്യാരക്ടറാണ് ഇതിനകത്ത് സത്യത്തിൽ ഈ ഒരു സ്റ്റോറിയുടെ കോർ. അവർക്കെല്ലാം എനിക്കൊന്ന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്
സ്വഭാവമാണ് ഇവരെല്ലാവരും. ഈ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ട്, ഈ പറയുന്ന ലിജുമോടെ ചേട്ടന്റെ മുഖത്ത് നോക്കി പറയുന്ന ഡയലോഗ്, ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട്, അച്ഛൻ മരിച്ചിട്ട് വീട്ടിൽ ഒരു പെണ്ണ് കെട്ടുപ്രായമായി നിൽക്കുന്നത് ഓർക്കാതെ കുടുംബത്തെ നോക്കാതെ നടന്ന് നീയൊക്കെ എന്ത് ചേട്ടനാടാ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അന്നേരം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ പെങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും ആലോചന ഇല്ലായിരുന്നോ? ഇത് നമ്മുടെ നോർമൽ സാധാരണക്കാരായിട്ടുള്ള വീട്ടുകാരുടെ ഒരു മെന്റാലിറ്റിയാണ്. അവള് കെട്ടുപ്രായം തികഞ്ഞ് നിൽക്കുന്നെങ്കിൽ മൂത്ത ആടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഉത്തരവാദിത്വമാണ്, അവർക്ക് ഉത്തരവാദിത്വം ഇല്ല അവളെ കെട്ടിച്ചു വിടുക എന്നുള്ളത്. അങ്ങനെ ചിന്താഗതിയുള്ള കുറെ പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ആ ഒരു മെന്റാലിറ്റി മാറുന്നുണ്ട്. ജോലി ചെയ്ത് ജീവിക്കണം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ സ്വന്തം കല്യാണം സ്വന്തം നിലയ്ക്ക് സ്വന്തമായിട്ട് നടത്തണം എന്ന് സെൽഫ് എസ്റ്റീമുള്ള ഒരുപാട് പെൺകുട്ടികൾ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഡയറക്ടർ വേറൊരു ബ്രില്യൻസ് കൂടി അത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കുന്ന ഒരു നടിയുള്ള സിനിമയിൽ ഒന്നുമില്ലെങ്കിലും ജോലി ചെയ്ത് അന്തസ്സോടെ ജീവിക്കുന്ന വേറൊരു പെങ്ങളെയും കൂടി ഈ ഒരു സിനിമയ്ക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. ഈ പറയുന്ന സ്പോയിലറും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാര്യം എന്റെ പെങ്ങളുടെ കല്യാണം 2 മാസം കഴിഞ്ഞിട്ട് ഏപ്രിലാണ്. അന്നേരം അതും ഇതും എല്ലാം കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഈ സ്വർണത്തിന്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലൊന്നും അല്ല നമ്മള്, എന്നാലും കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി. കല്യാണം വീട്ടുകാർക്ക് മകൾക്ക് ഇത്ര സ്വർണം കൊടുക്കണമെന്നുണ്ട്, മകൾക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണമെന്നുണ്ട്. സോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ കൂടുതൽ പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കാൻ നിൽക്കുന്നില്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ വർക്കായി പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം ലാഗൊന്നും അടുപ്പിക്കാതെ നല്ല രീതിയിൽ കുറച്ച് ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വളരെ ചെറിയൊരു സ്റ്റോറി. സോ അത് വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പടം, അല്ല അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. നല്ല പടം. ഇതിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇങ്ങനെ ഒരു സ്റ്റോറി എടുത്ത് ഇത് പടമാക്കി ഈ ഒരു രീതിയിൽ അത് പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ സോ അവരെ സമ്മതിക്കാതെ വയ്യ. പിന്നെ എടുത്തു പറയേണ്ട ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ഇത് ഈ ഒരു പടം എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു ത്രില്ലിങ് സാധനങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ അറിയുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പുറകിലുണ്ടെന്ന്. ആ ഒരു കാര്യം ആ ഒരു സിനിമയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആസെ കൊല്ലക്കാരൻ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. കൊല്ലക്കാർക്ക് ഇത് നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പോലെ തോന്നിയാണ് ഇത് കണ്ടപ്പോൾ. ഉള്ള കാര്യം പറയാമല്ലോ. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.